നിങ്ങൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടപ്പോഴേ എന്തെങ്കിലും വ്യത്യാസമായിട്ട് എന്തെങ്കിലും തോന്നിയോ? ഇത് കൊള്ളാലോ. അതിപ്പോൾ ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, രണ്ടുപേര് സംസാരിക്കുന്ന സീൻ ആയിക്കോട്ടെ, എല്ലാം ഒരു ജെനുവിനായിട്ട്, അതായത് ഇതൊക്കെ ശരിക്കുള്ള ആൾക്കാരാണ്, ഇതൊക്കെ ശരിക്കുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇവർ ഇതൊക്കെ സംസാരിക്കുന്നതും ഫൈറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, മൊത്തം സിനിമ നടക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നോ? ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അതായത് ഒന്നുമില്ല, നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് സൂപ്പർ ഹീറോ സിനിമകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫേക്കായിട്ട് തോന്നും. അതായത് നമുക്കിത് കാണുമ്പോൾ തന്നെ, ആ സീന് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് CG ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നതാണ്, ഇവർ ഏതോ ഒരു സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഈ മൊത്തം സീന് ഷൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ആ ഒരു കണക്ഷൻ അങ്ങനെ ലോസ് ആവുന്നൊരു പോലെ എനിക്കങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നാറുണ്ട്. എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നത്. അപ്പോഴാണ് ഇത് കൊള്ളാലോ, ഇത് ഇവരെന്തോ ചെയ്തിട്ടുണ്ട്, കാരണം ഇത് സാധാരണ സിനിമ പോലെ തോന്നുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ എല്ലാവരും, ഇൻ്റർനെറ്റിലുള്ള എല്ലാ ആൾക്കാരും ഇത് തന്നെ സംസാരിക്കുന്നുണ്ട്. അതിനെല്ലാം ക്രെഡിറ്റ് കൊടുക്കുന്നത് സിനിമയുടെ ഡയറക്ടർക്കാണ്. ഡസ്റ്റിൻ ഡാനിയൽ ക്രേറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മാക്സിമം പ്രാക്ടിക്കൽ എഫക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗ്രീൻ സ്ക്രീൻ ഇപ്പോൾ ഉപയോഗിക്കാണ്ട് ഇരിക്കാനൊന്നും പറ്റില്ല. അതിപ്പോൾ ടോം ഹോളണ്ടിൻ്റെ മേലെന്ന് താഴേക്കിടാതെ പറ്റില്ലല്ലോ. അതൊക്കെ അവർ മാക്സിമം ഗ്രീൻ സ്ക്രീനും CGI വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാം റിയൽ ലൊക്കേഷൻസ്, അതേപോലെ റിയൽ സ്റ്റെൻഡ്, ആ ഒരു ഹാൻഡിൻ്റെ സ്റ്റെൻഡിൻ്റെ ഒരു സീൻ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും അവർ പറക്കുകയാണ് മറ്റേ കേബിൾ ഇട്ടിട്ട്. അപ്പോഴാണ് നമുക്ക് ഇതുകൊണ്ടാണ് ഇതൊക്കെ ശരിക്കും ഒരു ഫൈറ്റ് പോലെ തോന്നുന്നത് എന്ന് നമുക്ക് പിന്നീട് അത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മളപ്പോൾ ക്രിസ്റ്റഫർ നോളനെ കളിയാക്കും, ഇയാൾക്ക് CGI ഒന്നും പറ്റില്ല, ശരിക്കുള്ള ന്യൂക്ലിയർ ബോംബ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. പക്ഷേ ദാറ്റ് മേക്സ് എ ഡിഫറൻസ് ആക്ച്വലി. സ്പൈഡർമാൻ്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ടോം ഹോളണ്ടിനൊക്കെ കയറ് കെട്ടി വെബ് സ്വിങ്ങിങ് ഒക്കെ ശരിക്കും ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഫൈറ്റ് മുഴുവൻ റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത ആണ് ആ ടാങ്കിൻ്റെ ഒക്കെ ഫൈറ്റ് സീന്. അതുകൊണ്ടാണ് അത് ഭയങ്കര ഭയങ്കര വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരാനുള്ള സിനിമകളും ഈ ആൾക്കാർ ഇങ്ങനെ എടുത്ത നൈസായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ബ്രാൻഡ് ന്യൂ ഡേൻ്റെ കളക്ഷനൊക്കെ അറിയാലോ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളെടുത്ത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അങ്ങനെയെങ്കിലും ഇവന്മാർ ഈ ഗ്രീൻ സ്ക്രീൻ ആവശ്യമില്ലാത്ത CGI ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഈ പ്രാക്ടിക്കൽ എഫക്ട്സും ഈ റിയൽ ലൊക്കേഷൻസിലും ഷൂട്ട് ചെയ്താൽ നമുക്ക് കുറേ നല്ല സിനിമകൾ ഇനി കിട്ടും. അത്രേ ഉള്ളൂ.